നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒറ്റപ്പാലത്തുള്ള ഇന്ദുഗോപൻ കൊണ്ടുവന്ന ഒരു ആലോചനയാ. നല്ല കൂട്ടരാണെന്നാ പറഞ്ഞത്. അമ്മ പോയിട്ട് വരാം. മോളെ വിളിക്കുമ്പോ വന്നാ മതി. ഹരിയേട്ടനാണ് ചേച്ചിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ എല്ലാവരും എത്ര സന്തോഷിക്കുന്നറിയാവോ? അതെ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല കേട്ടോ. ഹരി ഹരി ഇറങ്ങിയോ? അവരിപ്പോ വരും മോനെ. വരുമ്പോ മോൻ കൂടി ഇവിടെ ഉണ്ടായാല്. ഹായ്, പത്മ ടീച്ചറുടെ വീട് ഇത് തന്നെയല്ലേ? താഴെയാ. ഓ, ഓക്കെ, താങ്ക്സ്. എന്താ ഇത്? ഹലോ കൃഷ്ണകുമാർ. നോ, എനിക്കൊരു 5 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് അവരെ വിളിക്കാന്ന് പറ പ്ലീസ്. ഒരു അർജന്റ് മാറ്ററാ. അവര് വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ, ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ? എടാ, ഇതൊരു പെണ്ണ് കാണല. കുറച്ചു നേരമെങ്കിലും എനിക്ക് ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അച്ഛ, സഡനായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ എനിക്ക് എന്റെ പ്രോഗ്രാംസ് മാറ്റി വെക്കാൻ പറ്റില്ല. ഒരു ബിസിനസ് ഗ്രൂപ്പുമായിട്ട് അർജന്റ് കോൾ ചെയ്യേണ്ടി വരും. അതെപ്പോ വന്നാലും എന്നെ ഫ്രീ ആക്കിയേ പറ്റൂ. ആ, നീ വാ. வாங்க வாங்க. നമസ്കാരം. வணக்கம். யாத்திரையெல்லாம் நல்லா இருந்தா? உள்ள வாங்க. வணக்கம். വണക്കം. வணக்கம் சார். உள்ள இருங்க. வா. உட்காருங்க சார், உட்காருங்க, உட்காரு. ഞാൻ ജ്യോതി, ഇളയ മോള. ഓ, അല്ല, ഇത് நான் சரவணன். முன்னாடி இந்த குடும்பம் வேற உள்ளது தான் இருந்தேன். நான் அப்பவே கூட கூடி இருக்கேன். இப்ப வந்து இதுதான் என்னோட குடும்பம். சார், வணக்கம் சார். உங்களை பார்க்க நல்லா இருக்கு.
நம்ம பெண்ணுக்கு நீங்க நல்ல ஜோடியா இருக்கு. മോളെ അമ്മ എവിടെ? ആ, അമ്മ അകത്തുണ്ട്. ഇപ്പൊ വരും. ഒറ്റപ്പാലത്തുള്ള ഇന്ദുഗോപൻ കൊണ്ടുവന്ന ഒരു ആലോചനയാ. നല്ല കൂട്ടരാണെന്നാ പറഞ്ഞത്. അമ്മ പോയിട്ട് വരാം. മോളെ വിളിക്കുമ്പോ വന്നാ മതി. മോളിനെ ഒന്നും പറയണ്ട. ஓ அவர் பக்கத்துல. ആ അതെ. നമസ്കാരം. 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 പെട്ടെന്നുള്ള ഒരു തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഒരു പെണ്ണ് കാണലിന് ഇത്രയും വലിയ ഒരുക്കമൊക്കെ എന്തിനാ സുജാതെ? വന്നു കയറിയ മര്യാദയ്ക്ക് ഒരു ചായ തരണം, കാര്യങ്ങൾ സംസാരിക്കണം, ഇവര് തമ്മിലൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇവനോട് പെണ്ണ് കെട്ടാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മിക്കവാറും ഞങ്ങളുടെ സംസാരം തുടങ്ങുമ്പോ ഇവൻ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കയറും. വെയിറ്റ് ചെയ്യാനും പറയും. ആ വെയിറ്റ് ചെയ്തതിന്റെ ഇടയില് ആ പ്രോജക്റ്റ് തീർത്ത് ഇവൻ മറ്റൊന്ന് കയറിയിട്ടുണ്ടാവും. അതെ, ബിസിനസിന്റെ സ്വഭാവം അതല്ലേ. നമുക്കൊരു വളർച്ചയുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ. എടാ ഒരു 5 മിനിറ്റ് കൂടി. അച്ഛാ പറ്റില്ല, മീറ്റിങ്ങിന് ഒരുപാട് പേരുണ്ട്. അറ്റൻഡ് ചെയ്തേ പറ്റൂ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എമർജൻസി കോളുണ്ട്, അറ്റൻഡ് ചെയ്തേ പറ്റൂ. ശരി. വേറൊന്നും തോന്നരുത് കേട്ടോ. അവന്റെ കമ്പനിയുടെ ഏതോ വലിയ മീറ്റിംഗാ. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു, ഏത് കണ്ടീഷനായാലും അറ്റൻഡ് ചെയ്തേ പറ്റൂ, തടസ്സമൊന്നും പറയരുതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.